എല്ലാവർക്കും വിഷു ദിനാശംസകൾ. വിഷു വിഷു രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനം എന്നുള്ള അർത്ഥത്തിലാണ് വിഷുവിനെ നാം കണക്കാക്കിയിരിക്കുന്നത്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഒക്കെ സ്ഥാനവും പ്രദക്ഷിണവും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ദിനങ്ങളൊക്കെ വരുന്നത്. വിഷുവം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യത എന്നാണ്. അത് ലോപിച്ചാണ് വിഷു ആയത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിഷു വലിയൊരു ഗ്രഹാതുരത്വമാണ്. ഇവിടെ നമുക്ക് വിളവെടുപ്പിൻ്റെ ആഘോഷമായിരുന്നു. പച്ചക്കറിയും പൂക്കളും കായ്കനികളും ധാന്യങ്ങളും എല്ലാം കൃഷി ചെയ്യുകയും വിളവെടുക്കുകയും വിത്തിടുകയും ഒക്കെ ചെയ്യുന്ന പുതിയ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിനങ്ങളായിരുന്നു. 70കളാകുമ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം ആളുകൾ പോയി നല്ല പണം ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ 1 ലക്ഷം കോടിയോളം രൂപ ഒരു വർഷം ഔപചാരികമായി തന്നെ വരുന്നുണ്ട്. ഇത്രയും പണം വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള താവൂക്കും സിമൻറ്റ് കട്ടയും ഒക്കെ ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണ രീതിയും നമ്മുടെ പരമ്പരാഗതമായ തനത് രീതിയായിരുന്ന സൂര്യപ്രകാശത്തെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവമൊന്നും ഏൽക്കാതിരുന്ന മനോഹരമായ കേരളത്തിൻ്റെ മലകളുടെയും അളകളുടെയും നാടായ മലയാള ഭൂമിയിൽ നല്ല ചരിഞ്ഞ കെട്ടിടങ്ങളും ഓടിട്ട കെട്ടിടങ്ങളും നല്ല മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതെല്ലാം മാറി ടെറസ് ബിൽഡിങ്ങുകളിലേക്ക് നമ്മൾ പോയി. ചിലപ്പോൾ നന്മയിലേക്കായിരിക്കും, നല്ലതിലേക്കായിരിക്കും പോയത്. പക്ഷെ അങ്ങനെ പോയി. അങ്ങനെ ഓരോന്നോരോന്നായി വിദേശങ്ങളിൽ നിന്ന് വന്ന പണം മുഴുവൻ കെട്ടിട നിർമ്മാണങ്ങളിലേക്ക് പോയപ്പോൾ നമുക്കില്ലാതായത് നമ്മുടെ കാർഷിക മേഖലയാണ്. ഇന്നിപ്പോൾ മലയാളി ചൂടുന്ന പൂ, ഒരു മുഴം പിച്ചിപ്പൂ 150 രൂപയാണ്. ഒരു മുഴം മുല്ലപ്പൂവും അതേ വിലയാണ്, 150 രൂപയാണ്. ഇത് സാധാരണ വിലയാണ്. 200 രൂപ വരെ പോകുന്ന സമയവുമുണ്ട്. തമിഴ്നാട്ടിലെ തോവാളയിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ പൂ വരുന്നത്. നാമക്കലിൽ നിന്ന് മുട്ട വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുന്നു, ആന്ധ്രയിൽ നിന്ന് അരി വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചസാര വരുന്നു. എല്ലാം നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ മിക്കവാറും എല്ലാം വരുന്നത് എന്തിനു പറയുന്നു? മലയാളി കുളിക്കുന്ന, ശുചിത്വത്തിൽ കുളിക്കുന്ന കാര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന മലയാളിയുടെ കുളിസോപ്പ് പോലും വിദേശങ്ങളിലോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണോ വരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ആഘോഷങ്ങൾ യാന്ത്രികമായി മാറുകയാണ്. വളരെ ഗൗരവമായി കാർഷിക ഉത്സവമായിരുന്ന വിഷു കേവലം വീടുകളിൽ അകത്തളങ്ങളിൽ പായസം വയ്ക്കുന്നതിൻ്റെയും മധുരം വിതരണം ചെയ്യുന്നതിൻ്റെയും ഉദ്ഘാടനങ്ങളുടെയൊക്കെ ദിനങ്ങളായി മാറുകയാണ്. വിഷു നൊസ്റ്റാൾജിയ എന്ന രംഗം മാറി കാർഷിക രംഗത്ത് നിന്ന് തന്നെ എല്ലാവരും മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 50 60 വർഷങ്ങൾക്ക് മുമ്പ് പുറമെടുത്താൽ, അല്ലെങ്കിൽ ഒരു 20 വർഷം വരെ എടുത്താൽ പോലും, എന്തിനു പറയുന്നു, ഒരു 10-15 വർഷം എടുത്താൽ പോലും ഇത്തരത്തിലുള്ള അശുഭമായ ഒരുപാട് കാര്യങ്ങളൊന്നും സമൂഹത്തിൽ കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ വളച്ചൊടിക്കുന്നു. എല്ലാം സംഭവിക്കുകയാണ്. എന്താണ് ഇവിടെ? സോഷ്യൽ മീഡിയ നോക്കിയാൽ അശ്ലീലങ്ങളും അപക്വമായ പെരുമാറ്റങ്ങളും കിട്ടിയ സ്വാതന്ത്ര്യത്തെ വളരെ അധികം ദുരുപയോഗം ചെയ്യുകയും മറ്റൊരാളിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും വ്യക്തിത്വത്തെ പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും, അങ്ങനെ അതൊരു മേഖലയായി നിൽക്കുന്നു. ഓൺലൈൻ ചാനലുകൾ, നല്ല രീതിയിൽ പോകുന്ന ഓൺലൈൻ ചാനലുകളുമുണ്ട്. മറ്റുള്ളവരുടെ ധാരാളമായി കുഴപ്പങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പെരുപ്പിച്ച് പറയുന്ന ചാനലുകളുമുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി, പരസ്യങ്ങൾക്ക് വേണ്ടി എന്തും പറയുന്ന, എന്തും ചെയ്യുന്ന, എന്തും കാണിക്കുന്ന രീതിയിലേക്ക് അവർ മാറുന്നു. കോടതികൾ അപ്രമാദിത്വത്തിലേക്ക് വരുന്നു. ജനാധിപത്യ സംവിധാനങ്ങൾക്ക് മുകളിലും കോടതിയാണ് അവസാന വാക്കെന്ന് പറഞ്ഞ് അങ്ങനെയും ഒരു ചിന്തയിലേക്ക് പോകുന്നു. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് നഷ്ടപ്പെടുന്നത് വിഷുവാണോ? വിഷുവിൻ്റെ സംസ്കാരമാണോ? ഒന്നിച്ച് വിളവിറക്കുകയും ഒന്നിച്ച് കൃഷി ചെയ്യുകയും ഒന്നിച്ച് വിളവെടുക്കുകയും ചെയ്ത് അതിൻ്റെ സന്തോഷത്താൽ, ആനന്ദത്താൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും പഞ്ചാബിയും എല്ലാവരും ഒന്നിച്ച് കഴിയുന്ന മനോഹരമായ ഒരു നാടായിരുന്നു കേരളം. എങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി? നമ്മൾ സാക്ഷരരാണ്. എന്തിന് ഈ സാക്ഷരത നേടി? എന്താണ് ഈ സാക്ഷരത കൊണ്ട്? എഴുതാനും വായിക്കാനും പഠിച്ചത് അബദ്ധമായോ? അവനവൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനവന് സുഖത്തിനായി വരണമെന്നൊക്കെ പഠിച്ചവർ അവനവനുസത്തിലേക്ക് താഴ്ന്നു. വിഷുവിൻ്റെ എല്ലാ പ്രഭയും ഇല്ലാതാക്കുന്ന ചിന്തകളിലേക്ക്, അധമ ചിന്തകളിലേക്ക്, അസഹിഷ്ണുതയിലേക്ക് മലയാളി അറിയാതെ മാറിപ്പോയോ? അങ്ങനെ ചിന്തിക്കുമെന്ന ഒരു ദിവസമാണ്, അങ്ങനെയും കൂടി ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും
നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക തന്നെ വേണം. മാനവരാശി എന്നും അങ്ങനെ തന്നെയാണ്. നന്മയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോവുകയും തിന്മയെല്ലാം കളയുകയും ചെയ്യണമെന്നാണ്. അസുരത്വത്തെ കളഞ്ഞ് ദേവത്വത്തെ സ്വീകരിക്കണം എന്നാണല്ലോ വിഷു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് കേവലം കാർഷിക ഉത്സവം എന്നതിനപ്പുറം ഒരു പ്രദേശത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഉത്സവം കൂടിയാണ്. ആ നിലയിൽ ഇത് കാണുവാൻ, പുതിയ തലമുറയെ ആ രീതിയിൽ പഠിപ്പിക്കുവാനൊക്കെയുള്ള വലിയ ശ്രമങ്ങളാണ് നമുക്കുണ്ടാക്കേണ്ടത്. നമുക്ക് പഴയതുപോലെ ഒരുപക്ഷെ കൃഷി ചെയ്യുവാനുള്ള ചെറുപ്പക്കാരെ കിട്ടില്ലായിരിക്കാം. എന്നാൽ കൃഷി ആധുനികവൽക്കരിച്ചുകൊണ്ട്, പ്രൊഫഷണലിസം കൊണ്ടുവന്നുകൊണ്ട്, മെക്കനൈസേഷൻ നടത്തിക്കൊണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള അംഗീകാരവും അന്തസ്സുമുള്ള ജോലിയായി അല്ലെങ്കിൽ പ്രവൃത്തിയായി കൃഷിയെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ വിഷുക്കളെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിഷുദിനങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. അത് നമ്മുടെ ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ അടയാളമാണ്. അത് പടുകുഴിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നാം നിർനിമേഷരായി നിൽക്കരുത്. ആ പ്രവർത്തിക്കാത്തവരെ കൊണ്ടല്ല ഒരു രാജ്യം നശിക്കുന്നത്, മൗനമായിരിക്കുന്നവരെ കൊണ്ടാണ്. മൗനമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ നേരുകയാണ്. എല്ലാ നന്മകളും ആശംസിക്കുന്നു.